പൗരോഹിത്യദാനത്തിന്റെ സവിശേഷമായ നിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ് പല്ലിശ്ശേരി സെന്റ് മേരീസ് പള്ളിയും നാടും. ഏപ്രിൽ 22 ഉച്ചയ്ക്ക് 2:30 പല്ലിശ്ശേരി ഇടവാംഗമായ ഡീക്കൻ ഷാറൂൺ ചീനാത്ത് ശംഷാബാദ് രൂപത മെത്രാൻ അഭിവന്ദ്യമാർ പ്രിൻസ് പാണങ്ങാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുപ്പട്ട സ്വീകരണവും പ്രഥമ ദിവ്യബലി സമർപ്പണവും നടക്കും. 3.5 ദശാബ്ദത്തിന് ശേഷം പല്ലിശ്ശേരി സെന്റ് മേരീസ് പള്ളിയിൽ നടക്കുന്ന തിരുപ്പട്ട സ്വീകരണത്തിന് ഇടവകയിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. 36 കൊല്ലം മുമ്പ് പല്ലിശ്ശേരി പള്ളിയിൽ ഫാദർ ഡേവിസ് എലവത്തെങ്കിലാണ് പൗരോഹിത്യദാനം സ്വീകരിച്ചത്. ഡീക്കൻ ഷാറോൺ ചീനാത്തിന്റെ തിരുപ്പട്ട സ്വീകരണത്തിന് ഇടവക കുടുംബാംഗങ്ങളും ഇടവകയിലെ എല്ലാ സംഘടനകളും ചേർന്നാണ് ഒരുക്കങ്ങൾ നടത്തുന്നത്. 2500 പേർക്കിരിക്കാവുന്ന പന്തലിന്റെ നിർമ്മാണം പൂർത്തിയായി. 22 ഉച്ചയ്ക്ക് 2 ഊരകം സെന്ററിൽ നിന്ന് പള്ളിയിലേക്ക് ഘോഷയാത്ര നടക്കും. ശംഷാബാദ് രൂപത മെത്രാൻ അഭിവന്ദ്യമാർ പ്രിൻസ് പാണങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ചടങ്ങിൽ വികാരി ജനറൽ അബ്രഹാം പാലത്തിങ്കൽ, ഓർഡിനറി ട്രിബ്യൂണൽ പ്രസിഡന്റ് ഫാദർ ഫ്രാൻസിസ് എലവത്തെങ്കൽ എന്നിവർ സഹകാർമ്മികരാകും. ബൈബിൾ കയ്യെഴുത്ത് പ്രതികൾ തയ്യാറാക്കിയ വനിതകളുടെ ബൈബിൾ സമർപ്പണവും സ്നേഹവിരുന്നുമുണ്ടാകും. വല്ലച്ചിറ പഞ്ചായത്തിലെ ഞെരുവിശ്ശേരിയിൽ 1996 ഏപ്രിൽ 27 ഡീക്കൻ ഷാറൂൺ ചീനാത്തിന്റെ ജനനം. ചീനാത്ത് അന്തോണിയുടെയും ത്രേസിയുടെയും മകനായ വർഗീസ് ചീനാത്താണ് ഷാറൂണിന്റെ പിതാവ്. കോടന്നൂർ കള്ളിക്കാടൻ ഫ്രാൻസിസിന്റെയും ത്രേസിയുടെയും മകൾ മേഴ്സി വർഗീസാണ് മാതാവ്. ഷൈൻ വർഗീസ്, ഷെറിൻ വർഗീസ് എന്നിവരാണ് സഹോദരങ്ങൾ. കടലാശ്ശേരി KMLP, ചേർപ്പ് CNN, വലച്ചിറ സെന്റ് തോമസ്, അമ്മാടം സെന്റ് ആന്റണീസ് എന്നീ വിദ്യാലയങ്ങളിൽ സ്കൂൾ പഠനം. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. ആന്ധ്രാപ്രദേശിൽ വിജ്ഞാന നിലയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫി ആൻഡ് റീജിയനിൽ നിന്ന് ഫിലോസഫിയിൽ 1ാം റാങ്ക് നേടി. 2020 ഹൈദരാബാദ് ബിഷപ്പ് ഹൗസിൽ പ്രായോഗിക പരിശീലനം നേടി. 2021 ഏപ്രിൽ 28 പല്ലിശ്ശേരി സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന ചടങ്ങിൽ അഭിവന്ദ്യമാർ റാഫേൽ തട്ടിൽ പിതാവിൽ നിന്ന് വൈദിക വസ്ത്രം സ്വീകരിച്ചു. പീഡനങ്ങൾക്ക് ഇരയായ ഒഡീഷ കണ്ടമാലിയിലെ ക്രൈസ്തവരുടെ യോദ്ധാവെന്നറിയപ്പെട്ട കട്ടക് ഭുവനേശ്വർ അതിരൂപതയുടെ മെത്രോപൊലിത്തയായിരുന്ന ആർച്ച് ബിഷപ്പ് റാഫേൽ ചീനാത്തിന്റെ അടുത്ത ബന്ധുവാണ് ഷാറോൺ. ഷാറോൺ 22-ാം തീയതി ഏപ്രിലിൽ തിരുപ്പട്ട സ്വീകരിക്കുകയാണ്. ഷാറോൺ ശംഷാബാദ് രൂപതയിലേക്കാണ് ചേർന്നത്. ഞാനാണ് ഷാറോണെ സ്വീകരിച്ചത്. ഷാറോൻ്റെ പട്ടം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വന്തം മക്കളിൽ ഒരാൾ പട്ടം വായിക്കുന്നത് പോലെയാണ്. ഒരുപാട് ഇഷ്ടത്തോടുകൂടെ ഷാറോണ് ഞാൻ സർവ്വനന്മകളും ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല വൈദികൻ, ഒരു വിശുദ്ധനായ വൈദികൻ, ജനങ്ങൾക്ക് സ്വീകാര്യനായ നല്ല ഇടയൻ. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. 1895 സ്ഥാപിതമായ ഈ ഇടവക പള്ളിയിൽ കഴിഞ്ഞ 36 വർഷത്തിന് ശേഷം ഒരു വലിയൊരു സംഭവം നടക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് ഈ ഇടവക കുടുംബവും ഈ ഇടവക കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ വരുന്ന ഏപ്രിൽ 22-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിക്ക് നമ്മുടെ ഇടവകയിൽപ്പെട്ട ഡീക്കൻ ഷാരോൺ ചീനാത്ത് അദ്ദേഹം പുരോഹിതനായി ഉയർത്തപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ശംഷാബാദ് രൂപതയ്ക്ക് വേണ്ടിയാണ് ഡീക്കൻ അഭിഷേകം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു വലിയ സന്തോഷം ഈ ഇടവകയ്ക്ക് ഈസ്റ്ററിനോട് ചേർന്ന് കിട്ടുമ്പോൾ അത് വലിയൊരു എന്താ പറയുക, ഒരു വലിയൊരു ആവേശമാണ് ഇവിടുത്തെ ഇടവക കുടുംബത്തിലെല്ലാവർക്കും. ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഡീക്കൻ ഷാരോണിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടവകാംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഡിഗ്രി പഠനകാലത്താണ് ഒരു വൈദികനാകണമെന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടെ ഞാൻ സെമിനാരിൽ ചേരാനായിട്ട് ആരംഭിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ഒരു പുരോഹിതനായി തീരാനും സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും ഉള്ള ഒരു ആഗ്രഹത്തോടെയാണ് ക്രിസ്തുവിനായി അവൻ്റെ ജനത്തിനായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. വിളവധികം വേലക്കാരോ ചുരുക്കം. അപ്പോൾ വിളവിൻ്റെ നാഥനോട് വേലക്കാരെ അയക്കുവാൻ ദൈവം കൽപ്പിച്ചതുപോലെ നമുക്കും
നമ്മുടെ കഴിവനുസരിച്ച് വിട്ടുകൊടുക്കാൻ സാധിച്ചാൽ നന്ദി വിചാരിക്കുന്നു. ഒരാൾ സഭയ്ക്ക് വേണ്ടിയിട്ടായി ഒരുങ്ങുന്നു, ഒരാൾ സമൂഹത്തിന് വേണ്ടിയിട്ടായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഒരാൾ കുടുംബത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ 3 പേരും നല്ല രീതിയിൽ അവരവരുടെ മേഖലകളിൽ തിളങ്ങി നിൽക്കാൻ വേണ്ടി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി സഭയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്ന ആൾ ദൈവത്തിൻ്റെ പ്രത്യേകമായി അഭിഷേകം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അവൻ സ്വമേധയാ തിരഞ്ഞെടുത്തതാണ്. അവൻ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുകയും മൗനമായിട്ട് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ സഹോദരങ്ങളോ മാതാപിതാക്കളോ ആരും തന്നെ അവനെ നിർബന്ധിക്കുകയോ ഒരു തരത്തിലും സമ്മർദ്ദം കൊടുക്കുകയോ ചെയ്തിട്ടല്ല. അവൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് ഈ വൈദിക വൃത്തി തിരഞ്ഞെടുത്തിട്ടുള്ളൂ, മിഷൻ മേഖല തിരഞ്ഞെടുത്തിട്ടുള്ളൂ.